ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു സേവ് ദ ഡേറ്റ് ആട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബ്രൗൺ കവർ ഉണ്ടല്ലോ, കുറച്ച് കട്ട് ചെയ്യല്ലേ, അപ്പോൾ അതെടുത്തിട്ട് അതിന് ഞാൻ ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യുമ്പം ഈ ഒരു കളറിലുള്ള കാർഡ് സ്റ്റോക്കാണ് കേട്ടോ എടുക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിവിടെ പേപ്പർ ബാഗ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ തന്നെ വൈറ്റ് കളർ കുറച്ച് കട്ടിയുള്ള കാർഡ് സ്റ്റോക്കൊക്കെ പോലെയുള്ളത് വേണം. അപ്പോൾ കാർഡ് സ്റ്റോക്ക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ഈ ഒരു സെയിം സൈസ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വിൻറ്റേജ് സ്റ്റൈലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോഫി പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് ഈ ഒരു പേപ്പർ ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വിൻറ്റേജ് പേപ്പർ അതിൻ്റെ സൈഡൊന്ന് നമ്മൾ ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ക്യാൻഡിലിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ബേൺ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊന്നെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്നിങ്ങനെ തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ബേൺ ചെയ്തിട്ട് നല്ലൊരു സ്റ്റൈൽ കിട്ടും അതിൻ്റെ ഒരു സൈഡൊക്കെ. നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള ചാർട്ട് പേപ്പറാണല്ലോ എടുത്തത്, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട് അതൊന്ന് ബേൺ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 സൈഡും ബേൺ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ബ്രൗൺ പേപ്പറിൻ്റെ അകത്ത് വെച്ച് നോക്കണം. കാരണം നമ്മളിത് 4 സൈഡ് ബേൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്രൗൺ പേപ്പറിൽ വെച്ച് കഴിയുമ്പോൾ 4 ഭാഗത്തും ഒരു ബോർഡർ പോലെ ആ ഒരു ബ്രൗൺ കളർ വരണം കേട്ടോ, താഴെയുള്ള ഒരു പേപ്പറും. അപ്പോഴാണ് അതിനൊരു കറക്റ്റ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുവരെ നമ്മളൊന്ന് 4 സൈഡും ബേൺ ചെയ്ത് റെഡി ആക്കിയിട്ട് നമ്മളിതൊന്ന് ആ ഒരു ബ്രൗൺ പേപ്പറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിതുപോലെ വിൻറ്റേജ് സ്റ്റൈലാക്കുന്നതും ബേൺ ചെയ്തിട്ട് ആക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ബോട്ടിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ ഒരു കാർഡ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മന്തും ഡേറ്റൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രൗൺ പേപ്പറിൽ നിന്ന് കുഞ്ഞ് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്നിങ്ങനെ 4 സൈഡിലൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഏത് മന്താണ് നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഫെബ്രുവരി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് മാർക്കർ പെന്നും അല്ലെങ്കിൽ നല്ല ഗ്ലിറ്റർ പെന്നുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ബ്ലാക്കും ആ ഒരു പീച്ച് കളറൊക്കെയാണല്ലോ മാച്ച് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഫെബ്രുവരി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു കാർഡും ആ ഒരു മന്തൊക്കെ വരച്ചു കൊടുത്തപ്പോൾ തന്നെ. ഇനി നമുക്കതിലേക്ക് ആ ഒരു ഫെബ്രുവരിയിലെ ഡേറ്റുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എഴുതിയെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പെന്ന് വെച്ചിട്ട് ആദ്യം ഇതൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കാലിഗ്രാഫി പെന്നൊക്കെ വെച്ചിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു സംഭവം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണയുള്ള നമ്മളെ ബോൾ പെൻ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് ആ ഒരു ഡേറ്റുകളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. സാധാരണ സേവ് ദ ഡേറ്റ് ഒക്കെ കാണുന്ന നല്ല GSM ഉള്ള കാർഡ് സ്റ്റോക്കിൽ കളറായിട്ട് നല്ല പ്രിൻറ്റിങ് ഒക്കെ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാലിഗ്രാഫി പെന്ന് വെച്ചിട്ട് അതിലേക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യാൻ മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ടൊന്ന് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ഐഡിയ ആട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന പേപ്പർ ബാഗും അതുപോലെ ചാർട്ട് പേപ്പറും ബോൾ പെന്നൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ കാർഡിലേക്ക് മന്തും ഡേറ്റൊക്കെ കറക്റ്റായിട്ടൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേവ് ചെയ്യാനുള്ള ആ ഡേറ്റിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പേ നമുക്കതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ക്യാപ്ഷൻസൊക്കെ എഴുതിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷനൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. ഞാനിത് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഹസ്ബൻഡിന് വേണ്ടി ചെയ്തെടുത്തുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും പേര് എഴുതുന്നുണ്ട്, പിന്നെ ജബ്വിയും മറ്റും എഴുതുന്നുണ്ട് കേട്ടോ, ആ ഒരു ഡേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം പെൻസിൽ വെച്ചിട്ടൊന്ന് സിമ്പിളായിട്ടൊന്ന് എഴുതിയെടുത്തിട്ട് പിന്നെ സ്കെച്ച് പെൻ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാലിഗ്രാഫി പെന്നൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ, നല്ല രസമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ അങ്ങനെ എൻ്റെ കയ്യിൽ കാലിഗ്രാഫി പെന്നൊന്നുമില്ല, പിന്നെ അതുപോലെ തന്നെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് പെൻസിൽ വെച്ചൊന്ന് ചെയ്തിട്ട് ബ്ലാക്കും അതുപോലെ റെഡും സ്കെച്ച് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടോ. എന്നിട്ട് തന്നെ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡേറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പം കുറേ പീസസ് ബാക്കി ഉണ്ടാവില്ല, അപ്പോൾ അതിന് റെഡും ഗോൾഡ് ബ്ലാക്ക് സിൽവർ ഈ 4 കളറും വെച്ച് നോക്കിയിട്ട് ഏതാണ് അതിലേക്ക് കുറച്ചുകൂടി മാച്ച് ആവുന്നത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വിൻറ്റേജ് സ്റ്റൈലാണെങ്കിലും കുറച്ചുകൂടി മാച്ച് ആവുന്ന ഒരു റെഡ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുഞ്ഞ് ഹാർട്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇതിലെ ഫെബ്രുവരി 13 ആ ഒരു ഡേറ്റിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഫെബ്രുവരി 13 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഗ്ലിറ്റർ ഷീറ്റൊന്നും ഇല്ലാതെ തന്നെ റെഡ് കളർ സ്കെച്ച് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സോ സ്റ്റോൺസൊക്കെ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ നമ്മൾ ആ ഒരു കാർഡ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ വേറൊരു പേപ്പറും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതും പേപ്പർ ബാഗിൽ നിന്ന് ഒരു പീസും കൂടെ ഈ സെയിം സൈസ് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡിൽ നമ്മളൊന്ന് ജസ്റ്റ് കേർവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേർവിങ് മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് സിസേഴ്സ് വെച്ചിട്ട് 4 സൈഡൊന്നും ഇങ്ങനെ കേർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബേബി ബ്രെത്ത് ഫ്ലവേഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഡ്രൈ ആയിട്ടുള്ള. ഇത് ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് പൊക്ക ഉണ്ടാവില്ല, അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഒരു ബണ്ടിൽ പോലെ ആക്കിയിട്ട് നമ്മൾ ഈ പേപ്പറിൻ്റെ നടുക്ക ഭാഗത്തായിട്ടൊന്ന് വെച്ചിട്ട് ഒരു വാഷി ടേപ്പും കൂടെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു വാഷി ടേപ്പ് ഒരു യെല്ലോ കളറാണ്, അപ്പോൾ അതിലേക്ക് അത്രക്കൊരു മാച്ച് ആവുന്നില്ല. പിന്നെ ഞാനത് പറിച്ച് മാറ്റി കേട്ടോ. ഈ ഒരു ബേബി ബ്രെത്ത് ഡ്രൈ ആക്കുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഐഡിയ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു ക്യാൻഡിൽ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്യാൻഡിൽ അതുപോലെ തന്നെ ഞാൻ കുറേ മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു ക്യാൻഡിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബാക്കി വന്നിട്ടുള്ള ക്യാൻഡിലെല്ലാം കളറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു പേപ്പർ കപ്പിൽ വെച്ചിട്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ബേബി ബ്രെത്തിൻ്റെ കൂടെ. ഈ ലീവ്സ് ഞാൻ ഊട്ടി പോയ സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ സ്ക്രാപ്പ് ബുക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ലീവ്സാണ്. അപ്പോൾ അത് കുറച്ച് അധികം എടുത്തിട്ട് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു പഴയ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുട്ടികൾ കളർ ചെയ്യുന്ന ഓയിൽ പാസ്റ്റൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ഗ്രീൻ കളർ എടുത്തിട്ട് ഈ നമ്മൾ ക്യാൻഡിൽ കത്തിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വാക്സ് സീലിംഗ് ഉണ്ടല്ലോ, സ്ക്രാപ്പ് ബുക്കിങ്ങിലും അതുപോലെ സേവ് ദ ഡേറ്റിലൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈം ഞാനിത് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് ഉരുക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഒരു ബണ്ടിലിൽ അവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് അത് തണുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് സീൽ ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോയിനാട്ടോ എടുത്തുള്ളത്. അപ്പോൾ കോയിനിൽ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഫിക്സ് ആയിട്ട് കിട്ടാനായിട്ട് ഞാൻ സിസേഴ്സൊക്കെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഒരു ബേബി ബ്രെത്തിൻ്റെ ആ ഒരു ഗ്രീൻ്റെ ഒക്കെ കൂടെ ഗോൾഡൻ കളർ കോയിനൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് പൊളിച്ച് മാറ്റിയിട്ടോ. പൊളിച്ച് മാറ്റിയപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനൊന്നും കറക്റ്റായിട്ട് അതിലേക്ക് വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കോയിൻ്റെ ഡിസൈൻ കറക്റ്റായിട്ട് അതിൽ വരുന്നതാണ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓയിൽ പാസ്റ്റേഴ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓയിൽ പാസ്റ്റേഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോവുക ചെയ്യുക, ഒരു വാക്സിനെ പോലെ കിട്ടില്ല. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് കുറച്ച് ഭാഗം മാത്രം അവിടെ സൈഡൊക്കെ കിട്ടി, ബാക്കി ഭാഗത്തൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ക്യാൻഡിൽ കത്തിച്ചിട്ട് നമ്മൾ വാക്സ് ക്രയോൺ ഉണ്ടായിരുന്നു ഗ്രീൻ കളർ, അപ്പോൾ അതൊന്ന് ഈ ഒരു സ്പൂണിൽ തന്നെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഓയിൽ പാസ്റ്റൽസ് ആണല്ലോ ചെയ്തത്, അപ്പോൾ വാക്സ് ക്രയോൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ ഉരുക്കിയിട്ട് ആ ഒരു ഭാഗത്ത് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കോയിന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വാക്സ് ക്രയോൺ ആയപ്പോൾ കുറച്ചും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ഡിസൈനൊക്കെ. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ആ റൗണ്ട് ഷേപ്പ് ഒന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ ഉരുക്കുന്ന എന്തായാലും ഒരു പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു വാക്സിൻ്റെ രീതിയിൽ കിട്ടില്ലല്ലോ. പക്ഷേ ഏകദേശം ഒരു ഭംഗിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ നാളായിട്ട് ഈ സ്റ്റാമ്പിങ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ല സ്റ്റാമ്പിങ് ചെയ്യുന്നത് കാണാൻ. അപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ വാക്സ് ക്രയോൺ ആണെങ്കിലും കുറച്ചൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ യാതൊരു ചിലവും ഇല്ല, നമ്മളെ വീട്ടിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പെർഫെക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ അതാകെ കുറച്ച് സൈഡിലൊക്കെ ഇങ്ങനെ ഒലിച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് അതിൻ്റെ ഒരു പ്രിൻറ്റിങ് ഒന്നും വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മളെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഇയർ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു കാർഡിൽ ഡേറ്റും മന്തുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇയറും എഴുതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 കാർഡ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കാർഡ് സ്റ്റോക്കും അതുപോലെ കാലിഗ്രാഫി പെന്ന് ഈ ഒരു വാക്സിൽ ഒന്നും യൂസ് ചെയ്യാതെ അതേ ഒരു രീതിയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുത്തുള്ളത്. ഒരു വിൻറ്റേജ് സ്റ്റൈൽ സേവ് ദ ഡേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ഈസലുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് ഞാൻ അതൊന്ന് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിതുവരെ സേവ് ദ ഡേറ്റ് ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് എപ്പോഴും ഇങ്ങനെ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു മടിയായിരുന്നു. പക്ഷേ എനിക്കിത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. ഞാൻ എവിടെയും കണ്ടിട്ട് ചെയ്തല്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹസ്ബൻഡിനും നല്ല ഇഷ്ടമായി, അവിടെ എൻ്റെ ഉമ്മയ്ക്കും എല്ലാവർക്കും കസിൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത്. കാരണം നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പേപ്പർ ബാഗ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഒരു 5 പൈസ ചിലവ് പോലും നമുക്കിതിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്തുള്ളത്. പേപ്പർ ബാഗ്, ചാർട്ട് പേപ്പർ, അതുപോലെ സ്കെച്ച് പെന്ന് ഒഴിവാക്കിയിട്ടുള്ള
ഈ കുഞ്ഞു കുഞ്ഞ് ക്രയോൺസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഇനിയും കാണാം. അപ്പോൾ നമ്മളെ ചാനലൊന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.